കൊച്ചിയിൽ നമുക്ക് ചോദിച്ചു വന്ന രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കച്ചേരിപ്പടിയിലാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ്റെ ആശീർവാദ് ക്രിയേഷൻ്റെ ബാനറിൽ ആശീർവാദ് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് കാണാനില്ലേ, പ്രൊഡക്ഷൻ ഹൗസ്, അത് കാണാൻ വേണ്ടിയിട്ടും അത് ചിറ്റൂർ റോഡിലെ ഓഫീസ് കാണാനും പിന്നെ മാക്സ് ലാബും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് രണ്ടും ഏകദേശം അടുത്ത് തന്നെയായില്ല. അങ്ങനെ നമ്മളിപ്പോൾ ബാനർജി റോഡിലാണുള്ളത്. ബാനർജി റോഡ് നമ്മൾ യു-ടേൺ കട്ട് ചെയ്തിട്ട് കച്ചേരിപ്പടിയിൽ നിന്ന് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ കാണുന്ന അതാണ് കച്ചേരിപ്പടി ആയുർവേദ ഹോസ്പിറ്റൽ. കച്ചേരിപ്പടി ആയുർവേദ ഹോസ്പിറ്റലിന് മുന്നിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വൈകുന്നേരം ഏകദേശം സമയം 6 മണിയായി. ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ തുടങ്ങി വരുന്നത്. ഇത് കച്ചേരിപ്പടി നിന്ന് ചിറ്റൂർ റോഡിലേക്കുള്ള യു-ടേൺ തിരിയാൻ ആൾക്കാർ ലൈനായി നിൽക്കുന്നതാണ്. നമുക്ക് നേരെയാണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ എറണാകുളം ജില്ല ആയുർവേദ ആശുപത്രിൻ്റെ അടുക്കാണുള്ളത്. അതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ എൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്ന റോഡ് ചിറ്റൂർ റോഡും, നേരെ പോകുന്നത് ബാനർജി റോഡ്. അടുത്ത സിഗ്നലുണ്ട്, ആ സിഗ്നൽ നമ്മൾ ലെഫ്റ്റ് കയറിയാൽ നമുക്ക് MG റോഡിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ MG റോഡിലേക്ക് ഉള്ള ശീമാട്ടിയുടെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. അങ്ങനെ ബസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വൈകുന്നേരം നല്ല തിരക്കായതിനാൽ തന്നെ സൗത്ത് പള്ളിമുക്ക് രൂപം ഉള്ള ബസ്സാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ബസ്സും കൂടി നമുക്ക് റൈറ്റ് സൈഡിലായി നിൽക്കുന്നുണ്ട്. അവിടെ സിഗ്നൽ വീണതിനാണ് ഇത്രയും ബ്ലോക്ക് വന്നത്. നമുക്ക് സിഗ്നൽ പ്രശ്നമല്ല, കാരണം നമ്മൾ ലെഫ്റ്റ് കയറി പോകും. അങ്ങനെ നമ്മൾ ശീമാട്ടീൻ്റെ ഫ്രണ്ടിലുണ്ട്. ശീമാട്ടീൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മളിതാ ഈ സിഗ്നലിൻ്റെ ഇവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ MG റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ പോയാൽ പള്ളിമുക്ക് രൂപം അങ്ങോട്ടേക്കുള്ള റോഡും ഉണ്ട്. അങ്ങനെ നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് അടുത്ത മെട്രോ സ്റ്റേഷനാണ്. ശീമാട്ടിൻ്റെയും MG റോഡ് മെട്രോ സ്റ്റേഷൻ. പണ്ടത്തെ ചെന്നൈ സിൽക്സും ശീമാട്ടിയെല്ലാം അതിൻ്റെ അടുത്തായിട്ട്. ചെന്നൈ സിൽക്സ് ഇപ്പം പൂട്ടിയിട്ടില്ല. അങ്ങനെ മെട്രോൻ്റെ ബസ്സാണ് കേട്ടോ ഇത്. നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന ഈ ബസ് മെട്രോൻ്റെയാണ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ മെട്രോ സ്റ്റേഷനിലാണ്. ആ മെട്രോ സ്റ്റേഷനിൽ നമുക്ക് ഫ്രണ്ടിലുള്ള ബസ് സൈഡാക്കുന്നുണ്ട്. നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്നത് അവിടെ പത്മ തിയേറ്ററാണ്. നമ്മൾ തൊട്ട് മുന്നിൽ എത്താൻ പോകുന്നത് നമുക്കിനി കാണാൻ പറ്റുന്നത് പത്മ തിയേറ്റർ, MG റോഡിലുള്ള എറണാകുളത്തെ പത്മ തിയേറ്റർ നമുക്ക് കാണാം. ഇതാണ് കേട്ടോ പത്മ തിയേറ്റർ. ഇപ്പം പടങ്ങളൊന്നും കളിക്കുന്നില്ലെന്നാണ് തോന്നുന്നു. എമ്പുരാൻ്റെ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളിവിടുന്ന് നേരെ ലെഫ്റ്റ് കയറുന്നു. പത്മ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് കയറ്റിയിട്ട് നമ്മൾ നേരെ ചിറ്റൂർ റോഡിലേക്ക് കയറും. ആ ചിറ്റൂർ റോഡിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ആശീർവാദിൻ്റെ ഓഫീസ് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ആശീർവാദിൻ്റെ ഓഫീസ് കാണാനുള്ള യാത്രയിലാണ്. എല്ലാവരും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചിറ്റൂർ റോഡിലേക്ക് നമ്മളങ്ങനെ കയറി ഇവിടുന്ന് റൈറ്റ് അടിച്ചാൽ
കോനിക്കര കുസീന എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻ്റാണ്. നമ്മൾ ഈ ചിറ്റൂർ റോഡ് നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രണ്ടിലൊരു ജംഗ്ഷൻ ഉണ്ട് എത്താൻ, സണ്ണി ഡയമണ്ടിൻ്റെ എല്ലാം ജംഗ്ഷൻ. അവിടെ നിന്ന് ലെഫ്റ്റ് കയറലാണെങ്കിൽ നമുക്ക് KSRTC സ്റ്റാൻഡിലേക്ക് പോകാം കേട്ടോ. ഇതാണ് റോയൽ എൻഫീൽഡിൻ്റെ കൊച്ചിയിലെ സർവീസ് സെൻറ്റർ, ചിറ്റൂർ റോഡിലെ സർവീസ് സെൻറ്ററായത്. അങ്ങനെ നമ്മൾ സണ്ണി ഡയമണ്ടിൻ്റെ ആ ജംഗ്ഷനിലാണ് എത്തിയിട്ടില്ല കേട്ടോ. ഇതാണ് സണ്ണി ഡയമണ്ടിൻ്റെ ഓഫീസ്. ഇങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 1 വേ ആണ് കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ടേക്ക് പോക്ക് പാടില്ല, പക്ഷേ ചില ഓട്ടോക്കാരിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കൊച്ചിയിലെ YMCA സെൻറ്ററിൻ്റെ ഫ്രണ്ടിലാണ്. YMCAൻ്റെ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കൃഷ്ണ ഹോസ്പിറ്റൽ. അങ്ങനെ നമ്മളിതാ ആശീർവാദ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ചിറ്റൂർ റോഡിലുള്ള എറണാകുളത്തെ ആശീർവാദിൻ്റെ ഓഫീസ്. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ സിനിമ നിർമ്മിക്കാൻ വേണ്ടി 1999 കേട്ടോ ആശീർവാദ് രൂപീകരിക്കുന്നത് ആൻ്റണി പെരുമ്പാവൂർ. അതിന് മുന്നേ പ്രണവ് ആർട്സ് ആയിരുന്നു മോഹൻലാലിൻ്റെ സിനിമ കുറേ എല്ലാം നിർമ്മിച്ചത്. പ്രണവ് ആർട്സിൻ്റെ ഫസ്റ്റ് സിനിമ വെച്ചാൽ ഹിസ് ഹൈനസ് അബ്ദുള്ള. പിന്നെ അതിനുശേഷം 2000 ഫസ്റ്റ് ആശീർവാദിൻ്റെ നേതൃത്വത്തിൽ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന എന്നിട്ട് ഇത് വരുന്നത് നരസിംഹ. അങ്ങനെ നമ്മുടെ ചിറ്റൂർ റോഡിൽ നിന്ന് നേരെ പുല്ലേപ്പടി റോഡിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ഇനി ഓഫീസ് കണ്ടും അതിനുശേഷം ഇനി നമുക്ക് മാക്സ് ലാബ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് തറവാട്ട് റെസ്റ്റോറൻറ്റ്. നമ്മൾ ഈ തറവാട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് റൈറ്റാണ് നമ്മൾ കയറുന്നത്. ഈ റൈറ്റ് കയറിയിട്ട് ഒരു കട്ടിയിട്ട റോഡ് കണ്ടോ, ഇതാണ് കട്ടിയിട്ട റോഡ്. ഈ റോഡിൻ്റെ ഇവിടുന്ന് നേരെ നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പം, അതായത് ചിറ്റൂർ റോഡ് നമുക്ക് ലെഫ്റ്റ് കയറിയാലും മതിയായിരുന്നു, അത് നമ്മൾ ചെറിയ വഴിയൊന്ന് തളിപ്പോയി, അതുകൊണ്ടാണ്. ഇതാണ് നമ്മളെ മാക്സ് ലാബിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അങ്ങനെ ഇവിടെയാണ് കേട്ടോ മാക്സ് ലാബ്. ഇതാണ് മാക്സ് ലാബിൻ്റെ പഴയ ഓഫീസ്. ഇപ്പം മാക്സ് ലാബ് ഇല്ലേ, ഇവിടെയായിരുന്നു അവരെ ഓഫീസ്. ഇപ്പം മാറിയിട്ടുണ്ടോന്നല്ലോ. അതന്നെയായിരുന്നു. ഇപ്പോൾ ആ ബോർഡില്ലല്ലോ, ആ മാക്സ് ലാബിൻ്റെ ബോർഡ് കാണുന്നില്ല. ഇല്ലെങ്കിൽ അവിടെ മോഹൻലാലിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി അതാരെങ്കിലും മാറ്റിയാൽ ആ ബിൽഡിങ് ആരെങ്കിലും കൊടുത്തോ അറിയില്ല.